നമസ്കാരം. അപ്പോ റായൻ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ബ്രൂസിയുടെ ചിത്രമായ റായൻ ഇന്ന് റിലീസാണ്. അതോടൊപ്പം തന്നെ എ ആർ റഹ്മാൻ മ്യൂസിക്കിന്റെ കിങ് ആയ എ ആർ റഹ്മാൻ ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വമ്പൻ തിരക്കാണ് തിയേറ്ററിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഗംഭീര തിരക്കാണ്. കാരണം ചെറുപ്പക്കാർ പിള്ളേർ മുതൽ, അതായത് ഒരു ജനറേഷനും വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ഈ ഒരു ചിത്രം കാണാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടൂ വീലേഴ്സിൻ്റെ എണ്ണം കണ്ടാൽ തന്നെ അറിയാം. തീർച്ചയായിട്ടും ധനുഷ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. തമിഴ് ബ്രൂസിലിയുടെ ചിത്രമായ റായൻ ചിത്രം കാണാനെത്തിയാണ്. എന്താണ് പറയാനുള്ളത്? ധനുഷേട്ടന്റെ പടം എന്ന് പറയുന്നത് അത് പിന്നെ അയാൾ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് കാണിക്കും. അപ്പൊ ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് കേട്ടില്ലേ, ധനുഷിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ, അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കും എന്നുള്ളതാണ് ആ ഒരു പ്രേക്ഷകന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ. തീർച്ചയായിട്ടും ബാക്കി വാക്കും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഈ രണ്ട് പടത്തില് മലയാളം പടം നമ്മളെ കുറ്റം പറയാനല്ല, ഈ രണ്ട് പടത്തിനെ കാട്ടി രായം കയറി ഹിറ്റ് അടിക്കും, അതിലൊരു സംശയവും വേണ്ട. അപ്പൊ ആ ഒരു പ്രേക്ഷകന് റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് വമ്പൻ പ്രതീക്ഷയായിട്ടാണ് ആ ഒരു ചിത്രം കാണുന്നതിനായിട്ട് വന്നിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. 1:30 മണിക്ക് ഇറങ്ങി 3 മണിക്കുള്ള ട്രെയിനിൽ കയറി 3:30 ട്രെയിൻ എടുത്തു. ഞാൻ ഇവിടെ വന്നു, മെട്രോയിലൊക്കെ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ അതിന് ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു. നമുക്ക് ടിക്കറ്റ് പിന്നെ അവസാനം എന്താ പറയാ, രായൻ പടം തന്നെ കാണാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകൻ ആ ഒരു ചിത്രം കാണുന്നതിന് തൊട്ട് മുൻപേ തന്നെ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ മാജിക്കിനെ കുറിച്ച് ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെയധികം പ്രാധാന്യം നൽകുന്നത് എ ആർ റഹ്മാന്റെ ഒരു മാജിക് മ്യൂസിക് ഉണ്ട്. അതിനെ കുറിച്ച് പറയാമോ? പടം വേറെ ലെവലായിരിക്കും. കാര്യം അല്ല, ടീച്ചറെ കണ്ടപ്പോൾ തന്നെ രോമം എണീക്കുകയാണ്. എ ആർ റഹ്മാനും കൂടെ ആകുമ്പോൾ പിന്നെ കൊളുത്തും. ഇതൊക്കെ അൻപത്തെ കണ്ട് പഠിക്കണം. അത് പടം കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പറയും. ഈ ഒരു ഡയലോഗാണ് നമ്മൾ കട്ട വെയിറ്റിംഗ് ചെയ്യുന്നത്. അതായത് പ്രേക്ഷകന്റെ മനസ്സ് എന്താണെന്നുള്ള തുറന്ന് കാണിക്കുന്ന ആ ഒരു ഡയലോഗ്. അനിരുദ്ധിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അനിരുദ്ധിനേക്കാളും വേറെ ലെവലായിരിക്കും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ മാജിക് ഈ ചിത്രത്തിൽ നിന്നാണ് ഈ ഒരു പ്രേക്ഷകൻ ഓപ്പൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. വേറെ ലെവലായിരിക്കും, പണം അടിപൊളിയായിരിക്കും. ആ ഒരു സോങ് റീൽസിൽ വൈറലാണ്. എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പടം ഒന്ന് കണ്ടതിന് ശേഷം എനിക്ക് അതൊക്കെ ത്രില്ലടിച്ച് എനിക്ക് നമ്മളെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ ആർ റഹ്മാൻ ആ ഒരു മ്യൂസിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഒരു ചിത്രം കണ്ടതിന് ശേഷം വേണം എനിക്ക് ആ ഒരു പാട്ട് വെച്ചിട്ട് റീൽസ് ചെയ്യാനെന്നുള്ള കാര്യം കൂടി അദ്ദേഹം. തീർച്ചയായിട്ടും ഒരു ലോക്കൽ സ്റ്റോറിയാണ്. ഒരു ധനുഷ് എന്ന് പറയുന്ന ആ ഒരു നായകനെ ലോക്കലായിരിക്കും. അതെ, നമ്മള് ലോക്കലാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ കാണാൻ വന്നത്. അങ്ങനെയുള്ള പടങ്ങൾ കയറി ഹിറ്റ് ആവുള്ളൂ, അത് നേരെ സെറ്റ് ആവുള്ളൂ. കാരണം രായം കാണാനുള്ള വൻ വിജയമായി തീരുമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കട്ട വെയിറ്റിംഗ് ആണ്. 11 മണിക്കാണ് ഷോ. അപ്പോൾ റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് കട്ട വെയിറ്റിംഗിലാണ് ഈ ഒരു തൃശ്ശൂർക്കാരൻ. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സുഹൃത്ത് ഈ ഒരു ചിത്രം കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. തമിഴ് നമുക്ക് അത്രക്ക് വൃത്തിയായിട്ട് അറിയില്ല, എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, തമിഴ് ബ്രൂസിലി ധനുഷിന്റെ പടം കാണാനൊക്കെ വന്നിരിക്കെ എന്നാൽ കട്ട വെയിറ്റിംഗ് ആണോ? അതന്നെ, വെയിറ്റിംഗ് തന്നെ. പടം കാണാൻ പോവാ. ഞാൻ ഇവിടെ കളമശ്ശേരിയിൽ നിന്ന് വരുക. അപ്പൊ നമ്മളെ തീർച്ചയായിട്ടും അദ്ദേഹം തോപ്പിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് കളമശ്ശേരിയിലാണ്. എന്നാലും ഊര് തമിഴ്നാടാണ്. ഊര് മധുര. അപ്പൊ കൊടുക്കണ ചോദ്യം ചോദിച്ചു, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ബ്രൂസിലി ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ബ്രൂസിലി ആണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ബ്രൂസിലിയാണോ അല്ലെങ്കിൽ തമിഴ് ബ്രൂസിലിയാണോ ധനുഷ്? தமிழ் சினிமால தான் புருஷலி. இதுக்கு முன்னாடி கண்ட படம் ஏതാണ്? இதுக்கு முன்னாடி கண்ட படம் வந்து ഇത് തിരുച്ചിറ്റമ്പലം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടു. കാരണം തമിഴ് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടേ. തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു മലയാളം അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അറിയാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ല. അറിയാം. മലയാളത്തിൽ പറയാം കുറച്ച് വാക്കുകൾ. ധനുഷിന്റെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കുറെ നാളെ വെയിറ്റ്. അപ്പൊ എന്തായാലും ഒരു വമ്പൻ ഹിറ്റ് അടിക്കുന്നുള്ള ഒരൊറ്റ ചോദ്യം. ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടോ എന്ന് ചോദിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒട്ടും മറക്കാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാജിഷ്യന്റെ സോങ് ഇഷ്ടപ്പെട്ടായിരുന്നു, ട്രെയിലർ കണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒറ്റ വാക്കിൽ അദ്ദേഹം ഉത്തരം നൽകിയത്. ട്രെയിലർ കണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിഷ്യന്റെ ഒരു മാജിക് ഉണ്ട്. മ്യൂസിക് കൊള്ളാം, പാട്ടും കൊള്ളാം. പാട്ട് വൈറലാണ്. ഭയങ്കര വൈറലാണ്. 2 വാക്ക് പാടാൻ പറ്റും? 2 വാക്ക് അറിയത്തില്ല. സംഭവം ചുളിവില് തമിഴ്നാട്ടുകാരനെ കൊണ്ട് ഒരു തമിഴ് പാട്ട് പാടാനായിട്ടുള്ള ഒരു സംഭവം ചോദിച്ചത്. പക്ഷെ അത് ഏറ്റില്ല. പക്ഷെ എന്തായാലും റായൻ വമ്പൻ ഹിറ്റ് അടിക്കും എന്നുള്ള വെയിറ്റിംഗ് ആണ്. ആ ഒരു റിവ്യൂവിന് വേണ്ടി കട്ട വെയിറ്റിംഗ്.